പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, ദൈവം നിന്നോട് സംസാരിക്കും. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി എഴുതിയിരിക്കുന്നത് വൈദ്യനായ ലൂക്കോസാണ്. ജാതിയിൽ നിന്നും രക്ഷയുടെ ഭാഗത്ത് കടന്നു വന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തനാണ്, ഒരു ശിഷ്യനാണ് വൈദ്യനായ ലൂക്കോസ്. ലൂക്കോസ് വിശേഷവും അപ്പോസ്തലപ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്ന ഈ ദൈവഭക്തനാണ്. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ 10-11 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനന്യാസ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനോട് തന്നിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന ശുശ്രൂഷയെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് ദർശനത്തിൽ സംസാരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദർശനങ്ങൾ വെളിപ്പെടും. പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പാടുകളെ തുറന്നു കിട്ടും. പ്രാർത്ഥിക്കുമ്പോൾ പുതിയ പുതിയ ഭാഷാ വരങ്ങൾ നമുക്ക് തുറന്നു കിട്ടും. പ്രാർത്ഥിക്കുമ്പോൾ വചന വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കും. പ്രാർത്ഥനയിൽ തന്നെ ആയിരുന്ന ദൈവസന്നിധിയിൽ ധ്യാനത്തോടുകൂടെ ഉറങ്ങുമ്പോൾ സ്വപ്നങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. പ്രവചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. ഇവിടെ അനന്യാസിനോട് ദൈവം ദർശനത്തിൽ തന്നിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു അത്ഭുതത്തിൻ്റെ വിഷയം വളരെ വ്യക്തതയോടെ ക്ലിയറായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനന്യാസിനോട് സംസാരിക്കുകയാണ്. വചനഭാഗം അപ്പോസ്തലപ്രവൃത്തി 9-ന്റെ 10-11 വാക്യങ്ങൾ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ് എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്നവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് അനന്യാസിനോട് വ്യക്തതയോടെ ഒരു ദർശനത്തിൽ തന്നിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതത്തെക്കുറിച്ച്, ദൈവം തന്നിലൂടെ ചെയ്യാൻ പോകുന്ന ആ വിഷയത്തെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനന്യാസിനോട് സംസാരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അതായത് ദൈവസന്നിധിയിൽ സമയം ചിലവഴിച്ച് വിശ്വസ്തയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നിന്നിലൂടെ ഭൂമിയിൽ സ്വർഗത്തിലെ പിതാവായ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നിനക്ക് തന്നെ നിന്റെ പ്രാർത്ഥന റൂമിൽ വളരെ ക്ലിയർ ആയിട്ട് വെളിപ്പെട്ട് കിട്ടും. ഇവിടെ അനന്യാസിനോട് പറയുകയാണ്, നേർവീതി എന്ന തെരുവിൽ ചെന്ന്. അപ്പോൾ അനന്യാസിനോട് ദർശനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. അനന്യാസേ, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെല്ലുക. നേർവീതി എന്ന പട്ടണത്തിൽ നീ ചെല്ലുക. അവിടെ ചെന്നിട്ട് യൂദയുടെ വീട്ടിൽ തർസീസുകാരനായ ശൗൽ എന്ന പേരുള്ളവൻ അവിടെ ഉണ്ട്. താൻ ചെല്ലേണ്ട സ്ഥലത്തിൻ്റെ പേര് വെളിപ്പെടുന്നു. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്. ആ തെരുവിലുള്ളതായ ഒരു വ്യക്തിയുടെ ഭവനത്തെയും ആ ഭവനത്തിലുള്ള വ്യക്തിയുടെ പേരും ദർശനത്തിൽ തനിക്ക് വെളിപ്പെടുകയാണ്. നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ. അപ്പം നേർവീതി എന്ന സ്ഥലം അതൊരു തെരുവാണ്. അവിടെ യൂദ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഭവനമുണ്ട്. ആ ഭവനത്തിൽ ചെന്ന് ശൗൽ എന്നൊരു വ്യക്തി ഇവിടെയുണ്ട്
ദൈവത്തിൻ്റെ ആത്മാവെന്നോട് പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ വരുന്നതെന്ന് നീ ആമേ പറഞ്ഞിട്ട് അദ്ദേഹത്തെ നീ അന്വേഷിക്കാൻ പറഞ്ഞു. എത്ര മനോഹരമായിട്ടാണ് ദർശനത്തിൽ അനന്യാസിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച്, അതായത് തന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ സൗഖ്യമാക്കി ക്രിസ്തുവിൽ പുറത്തെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അനന്യാസിനോട് വളരെ ക്ലിയറായിട്ട് ദർശനത്തിൽ സംസാരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ദർശനങ്ങൾ വെളിപ്പെടും. ദർശനങ്ങൾ വെളിപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മേഖലയിൽ അടുത്തൊരു നിലവാരത്തിൽ നിങ്ങൾ കയറണം. പ്രാർത്ഥനയുടെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കയറണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പാടുകൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. വെളിപ്പാടിൻ്റെ തലം ഇതുവരെ തുറക്കപ്പെട്ടില്ലെങ്കിൽ ഈ തിരുവചന ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തോട് പറ, ദൈവമേ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും, എൻ്റെ ഭവനത്തെയും ഭവനത്തിലെ പ്രിയപ്പെട്ടവരെയും കുറിച്ചുള്ള എന്നിലൂടെ സ്വർഗം ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകളുടെ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എന്നിലൂടെ കണ്ടിരിക്കുന്ന ദൗത്യം എന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ദർശനങ്ങളിലൂടെയോ പ്രവചനങ്ങളിലൂടെയോ സ്വപ്നങ്ങളിലൂടെയോ എന്നോട് സംസാരിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മേഖല വെളിപ്പെട്ട് കിട്ടണം. അനന്യാസിന്റെ പ്രാർത്ഥന റൂമിൽ ദർശനത്തിൽ അനന്യാസിലൂടെ ദൈവം നേർവീതി എന്ന പട്ടണത്തിൽ ആ തെരുവിൽ ഒരു വിടുതലിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന യൂദയുടെ ഭവനത്തിൽ ചെന്ന് കണ്ണു കാണാൻ കഴിയാതെ പ്രാർത്ഥിക്കുന്നതായ ശൗലിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനന്യാസിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടും ഒരു ദർശനമോ വെളിപ്പാടോ തങ്ങളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ തലമുറകളെക്കുറിച്ചോ ഈ ഭൂമിയിൽ തന്നെയോ തൻ്റെ കുടുംബത്തെ തലമുറകളെക്കുറിച്ചോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വ്യക്തമായ ചില ക്ലിയറായിട്ടുള്ള ദർശനങ്ങളോ വെളിപ്പാടുകളോ ദൂതുകളോ ലഭിച്ചില്ലെങ്കിൽ അതിനർത്ഥം നിന്റെ ആത്മീയ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആത്മീയ ഹൃദയം തുറക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന റൂമിൽ ദർശനങ്ങൾ വെളിപ്പെടും. മറ്റ് ഭാരപ്പെടുന്ന വ്യക്തികളുടെ വിഷയം വെളിപ്പെടും. നമ്മിലൂടെ മറ്റുള്ളവരെ സൗഖ്യമാക്കുവാനും നമ്മിലൂടെ മറ്റുള്ളവർക്കും ക്രിസ്തുവിൻ്റെ വഴി വെളിപ്പെടുത്തി കൊടുക്കുവാനുമുള്ള വ്യക്തതയോടുകൂടുള്ള ദർശനങ്ങളും വെളിപ്പാടുകളും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു തരും. അനന്യാസ് ഈ ദർശനം കാണുമ്പോൾ തന്നെ അനന്യാസിലൂടെ സൗഖ്യം പ്രാപിക്കേണ്ട ശൗൽ എന്ന വ്യക്തി താൻ കണ്ണ് കാണാൻ കഴിയാത്തവനായി യൂദയുടെ ഭവനത്തിലായിരിക്കുമ്പോൾ ഈ ശൗൽ എന്ന വ്യക്തിയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് തനിക്കൊരു വിടുതലിന് വേണ്ടി. ആ സമയത്ത് ശൗലിനോടും അതേപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അനന്യാസ് എന്ന ഒരു ദൈവദാസൻ ഈ ഭവനത്തിൽ നിന്നെ അന്വേഷിച്ച് കടന്നു വന്ന് നിനക്ക് വേണ്ടി നിന്റെ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അടഞ്ഞുപോയ കണ്ണ് തുറക്കപ്പെടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഒരു വ്യക്തിയിലൂടെ ശ്രദ്ധിക്കണമേ. ആരിൽ കൂടെയാണ് ശൗലിനൊരു സൗഖ്യം ലഭിക്കാൻ പോകുന്നു എന്ന് ശൗലിന് ദർശനം കിട്ടി. ശൗലിന് വ്യക്തമായിട്ട് ദൈവശബ്ദം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. അനന്യാസ് എന്നൊരു ദൈവഭക്തൻ വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ശൗൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയം ശൗലിനൊരു സൗഖ്യം ആവശ്യമായത് അനന്യാസിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ അനന്യാസിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിച്ച
ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശൗൽ എന്ന വ്യക്തി ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ശൗൽ നേർവീതിയിൽ തെരുവിൽ ഒരു യൂദയുടെ ഭവനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനന്യാസിന് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതിനർത്ഥം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലോ ഏത് വിഷയമായിക്കൊള്ളട്ടെ, ദൈവസനയിൽ ഒന്നും മറവല്ല. ദൈവസനയിൽ എല്ലാം വെളിപ്പെട്ടു വരും. നീ ദൈവസനയിൽ ആത്മാർത്ഥമായി ദൈവസനയിൽ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവജനങ്ങൾ ആഴമായി പഠിക്കുവാനും നീ ആഗ്രഹിച്ചാൽ, നീ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനും ചില ദർശനങ്ങളും വെളിപ്പാടുകളും ആഴമായ പ്രവചന ശബ്ദങ്ങളും ദൈവത്തോടുകൂടെ കൂടുതലായി സമയം ചെലവഴിക്കുവാൻ നീ സമയങ്ങൾ വേർതിരിക്കുന്നുവെങ്കിൽ നിന്നോട് തന്നെ നിന്നെക്കുറിച്ചുള്ള ദൈവികമായ പ്ലാനുകളെയും പദ്ധതികളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിന്നോട് സംസാരിക്കും. നിന്നിലൂടെ മറ്റുള്ളവർക്ക് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയവും വളരെ ക്ലിയർ ആയിട്ട് പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. ഇവിടെ അതുപോലെ സംഭവിക്കുകയാണ്. ഈ ദർശനം ലഭിച്ച അനന്യാസ് നേർവീതി എന്ന തെരുവ് അന്വേഷിച്ച് കടന്നുപോയി. യൂദ എന്ന വ്യക്തിയുടെ ഭവനം കണ്ടെത്തി അവിടെ ചെന്ന് ശൗൽ ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അതുപോലെ ശൗൽ അവിടെ ഉണ്ടായിരുന്നു. ദൈവം എന്നോട് സംസാരിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ശൗൽ ഒരു വിടുതൽ ആഗ്രഹിച്ച ശൗൽ പറഞ്ഞു, എന്നോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. അനന്യാസ് എന്ന ഒരു ദൈവഭക്തൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കാഴ്ച ലഭിക്കും. ഈ ശൗൽ എന്ന് പറയുന്ന വ്യക്തി പൗലോസാണ്. ദൈവത്തെ, സത്യദൈവത്തെ ആരാധിക്കുന്നവരെ എതിരായിട്ട് എഴുന്നേറ്റ ഒരു വ്യക്തിയാണ്. എന്നാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായ എൻകൗണ്ടർ, ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ സംഭവിച്ചപ്പോൾ തൻ്റെ ഹൃദയക്കണ്ണും പുറം കണ്ണും തുറക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശൗലിന്മേൽ ഒരു പൂർണ്ണ സൗഖ്യം ലഭിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് തനിക്ക് വേണ്ടി ഒരുക്കിയത് അനന്യാസ് എന്നൊരു ദൈവഭക്തനെയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയ കണ്ണുകൾ തുറക്കണം. പ്രാർത്ഥന ഒരു ജൽപ്പനമായി പോകരുത്. ഏതെങ്കിലും ആവശ്യങ്ങൾ, ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രം, നമുക്കുള്ള വിഷയങ്ങൾക്ക് മാത്രം ചില കാര്യങ്ങൾ വിടുതൽ ലഭിക്കാനുള്ള വെറും ഒരു ജൽപ്പനമായി തീരരുത്. മറിച്ച് നമ്മുടെ വിഷയങ്ങൾ വെളിപ്പെടുന്നതോടൊപ്പം ഇതുപോലെ ആത്മീയ കണ്ണുകൾ കുരുടാക്കപ്പെട്ട അനേക ശൗലുമാർ ലോകത്തിലുണ്ട്. അവരുടെ അടുക്കൽ വെളിപ്പെട്ടു പോകാനുള്ള സ്ഥലവും പട്ടണവും വ്യക്തിയെയും കൂടാരങ്ങളെയും വെളിപ്പെട്ട് കിട്ടുവാൻ നിന്റെ പ്രാർത്ഥനാ റൂമിൽ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മേഖലയിൽ ശുശ്രൂഷയുടെ അടുത്തൊരു നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകും. പക്ഷെ ഇതുവരെ ഒരു വെളിപ്പാടോ ദർശനങ്ങളോ വ്യക്തിപരമായി ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ ആത്മീയ മേഖലയിൽ ആത്മീയ കണ്ണുകൾ നിനക്ക് തുറക്കാൻ കഴിയാതെ, പ്രകാശിക്കാൻ കഴിയാതെ, ദൈവത്തിൽ നിന്നും നിനക്ക് കേൾക്കാൻ കഴിയാത്ത മേഖലകൾ, ആത്മീയ മേഖലകൾ മന്ദത പിടിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തോടുകൂടെ നിങ്ങൾ അടുത്തു വരിക. ആത്മീയ ലോകത്തിൽ സത്യമെന്തെന്ന് മനസ്സിലാക്കിയിട്ടും അറിയാൻ കഴിയാതെ ഭാരപ്പെടുന്നവരും വേദനപ്പെടുന്നവരുടെ അടുക്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ദർശനങ്ങളിലൂടെ, വെളിപ്പാടിലൂടെയോ പ്രവചനങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാ വെളിപ്പെടുത്തി നാം അവർക്കൊരു അനുഗ്രഹമായി തീരത്തക്കവണ്ണമുള്ള അപ്രകാരമുള്ള വെളിപ്പാടിന്റെ തലങ്ങൾ തുറന്നു കിട്ടുവാൻ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ചില ദൈവിക ദർശനങ്ങളും വെളിപ്പാടുകളും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുറന്നു തരും. നിങ്ങളെക്കുറിച്ചുള്ള വേറെ ആരെക്കുറിച്ചും വെളിപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിന്റെ തലമുറകളെയും നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെക്കുറിച്ചുള്ളതായ ഏതു മേഖലകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പാടിലും ദർശനങ്ങളിലും ദൈവം നിന്നോട് സംസാരിക്കും. ദൈവസനിയിൽ ഒന്നും മറവല്ല. നമുക്കിത് ലഭിക്കണമെങ്കിൽ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, ആത്മാവിൻ്റെ അടുക്കിലേക്ക്, ആ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ നമ്മൾ കയറി ചെല്ലണം. അപ്രകാരം ദൈവം ദർശനങ്ങളിലൂടെയും പ്രവചനങ്ങളിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കും. ഈ ദർശനം ലഭിച്ചതായ അനന്യാസ് അവിടെ കടന്നു ചെന്ന് ശൗലിനെ സൗഖ്യമാക്കുകയാണ്. ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയ മേഖലയിൽ അടുത്തൊരു നിലവാരത്തിലേക്ക്, അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, അങ്ങനെ ഒരു ആത്മീയ തലം തുറന്നു കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർ ഈ വചനം കേൾക്കുന്നതോടൊപ്പം നീ പ്രാർത്ഥിക്കുക. നിന്റെ ശുശ്രൂഷ മേഖലകൾ, വ്യക്തിപരമായി നിന്റെ കുടുംബത്തിൽ നിനക്ക് അടയപ്പെട്ട ചില ആത്മീയ തലങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, മങ്ങലേൽക്കപ്പെട്ടിരിക്കുന്നു. ഈ നിമിഷം നീ പ്രാർത്ഥിക്കുക. അടഞ്ഞുപോയ ചില ആത്മീയ തലങ്ങൾ തുറന്ന്, ചില ദർശനത്തിൻ്റെ, വെളിപ്പാടിൻ്റെ ദൂതുകൾ, വചന വെളിപ്പാടിൻ്റെ തലങ്ങൾ പരിശുദ്ധാത്മാവ് നിനക്ക് തുറന്നു തരും. അതുമാത്രമല്ല, പഠിക്കുന്ന പ്രിയപ്പെട്ട യൗവനക്കാരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ മറ്റൊന്നിലും ശ്രദ്ധ കൊടുക്കേണ്ട, ദൈവത്തോട് ചേർന്നിരിക്കുക. നിന്നെക്കുറിച്ചുള്ള, നിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള, നിന്റെ ജോലിയെക്കുറിച്ചുള്ള, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിന്നോട് സംസാരിക്കും. നീ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ സമയം വേർതിരിച്ചാൽ മാത്രം മതി. ഈ വചനത്തോടനുബന്ധിച്ചൊരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാട് എനിക്ക് നൽകി. ആ വെളിപ്പാട് ഇങ്ങനെയായിരുന്നു. ഒരു പ്രഭാത സമയത്ത് ഏകദേശം ഒരു 5 മണി സമയമാകുമ്പോൾ കുടുംബത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ഒരു സഹോദരിയും കുഞ്ഞുമായിട്ട് തൻ്റെ ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാൻ മേല രാത്രിയിൽ മരണം മുഖാമുഖമായി കണ്ടുകൊണ്ട് വേദനപ്പെട്ട് ഏകദേശം പ്രഭാത സമയമാകുമ്പോൾ ജീവരക്ഷയ്ക്ക് വേണ്ടി കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒരു സഹോദരി ഓടി രക്ഷപ്പെടുവാൻ, ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടി രക്ഷപ്പെടുവാൻ ഓടി വരും. അത് നിന്റെ ഭവനത്തിലോട്ട് ഓടി വരും. പ്രഭാതം 4 മണിയാകുമ്പോൾ നീ എഴുന്നേറ്റ് നിന്റെ ഭവനത്തിൻ്റെ ഗേറ്റ് തുറന്നു വെച്ചേക്കണം. അവരോടി രക്ഷപ്പെടാൻ ഓടി വരുമ്പോൾ 5 മണിക്ക് നിന്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ വരും. നീ ഗേറ്റ് തുറന്നു വെച്ച് അവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. നിന്റെ ഭവനത്തിൽ ചേർത്ത് ആ സമയത്തുള്ള ആപത്ത് അവരിൽ നിന്ന് മാറിപ്പോകുവാൻ നീ അവരെ സംരക്ഷിക്കണം, രക്ഷ കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാ റൂമിൽ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഒരു പ്രഭാത സമയമായപ്പോൾ 4 മണി സമയമായപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഗേറ്റ് തുറന്ന് ഞങ്ങൾ വീടിൻ്റെ ഡോറ് അകത്തുകൂടെ പൂട്ടി കാത്തിരിക്കുവാനിടയായി. കറക്റ്റ് 5 മണിയായപ്പോൾ ഞങ്ങളുടെ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു അമ്മയും കുഞ്ഞുമായി വന്ന് തട്ടുകയാണ്. ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, തുറന്നിട്ടിരിക്കുന്നു, കയറി വരിക. അവരോടി ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടുകയാണ്. ഓടി വന്ന് ഞങ്ങളുടെ വീട്ടിനകത്തേക്ക് കയറി. ഞങ്ങൾ വാതിലടച്ചു. അവരുടെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതുവരെ അവരെ രക്ഷ ചെയ്തു, സംരക്ഷിക്കാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മോട് സംസാരിക്കും. ദർശനങ്ങളിലൂടെ സംസാരിക്കും, പ്രവചനങ്ങളിലൂടെ സംസാരിക്കും, വെളിപ്പാടുകളിലൂടെ സംസാരിക്കും, വചനങ്ങളിലൂടെ സംസാരിക്കും. നമ്മുടെ ആത്മീയ മേഖലയുടെ മണ്ഡലങ്ങൾ എവിടെയെങ്കിലും അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ദൈവശബ്ദം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, കഴിഞ്ഞ നാളിൽ ഇങ്ങനെ ഒരു തലം നിനക്ക് തുറന്നു കിടക്കുകയായിരുന്നു, പക്ഷെ അത് അടഞ്ഞു പോയിരിക്കുന്നു. ഈ ദൈവശബ്ദത്തോട് പ്രാർത്ഥിക്കും. പരിശുദ്ധ കർത്താവേ, അനന്യാസിന്റെ ജീവിതത്തിൽ ഒരു ആത്മതലം തുറക്കപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ ഭാരപ്പെടുന്നവരുടെ അടുക്കിൽ അങ്ങനെ ദർശനങ്ങളും വെളിപ്പാടുകളും ലഭിച്ച് അങ്ങനെ ഒരു മേഖലയിൽ, ശുശ്രൂഷ മേഖലയിൽ കയറി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ. ഇന്നത്തെ വചന ശുശ്രൂഷ ദൈവീക വേലയുടെ മുഖത്ത് നിൽക്കുന്നവരോടാണ്.
കഴിഞ്ഞ നാളുകളിൽ പ്രകാശിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവനാമത്തിൽ ദൈവീക വേലകൾ ഉപയോഗപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ദർശനങ്ങൾ, വെളിപ്പാടുകൾ നഷ്ടമായി. എന്തുകൊണ്ടാണ് ദർശനങ്ങൾ, വെളിപ്പാടുകൾ നഷ്ടമാകുന്നത്? ദൈവസ്നേഹം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവസ്നേഹം നഷ്ടപ്പെടുന്നത്? അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ ദൈവസ്നേഹം നഷ്ടപ്പെടുകയാണ്. കഴിഞ്ഞ നാളിൽ ഉപയോഗപ്പെട്ടുകൊണ്ടിരുന്നു, പക്ഷെ ഇപ്പോൾ ഉപയോഗപ്പെടുന്നില്ല. നിന്നിൽ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഈ ദൈവശബ്ദം ഞാൻ വിളിച്ചു പറയുമ്പോൾ ആരോടോ പരിശുദ്ധാത്മ പറയുന്നു. കഴിഞ്ഞ നാളിൽ ശക്തമായി പരിശുദ്ധാത്മ നിന്നെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. വ്യത്യസ്ത മേഖലകളുടെ തലങ്ങൾ തുറന്ന് പരിശുദ്ധാത്മാവ് നിന്നിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയുടെ തലം കഴിഞ്ഞ നാളുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയൊക്കെ മങ്ങലേൽക്കപ്പെട്ടു, പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങുക. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യങ്ങൾ പറയുമ്പോൾ എഫെസോസ് സഭയെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാനോട് സംസാരിക്കുന്നു. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു കുറവ് നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നു, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ നാളിൽ മണിക്കൂറോളം വചനം വായിക്കുമായിരുന്നു, ഇപ്പോൾ വചനം വായിക്കാൻ സമയമില്ല. കഴിഞ്ഞ നാളുകളിൽ ഉപവസിക്കാനൊക്കെ ദാഹമുണ്ടായിരുന്നു, ഇപ്പോൾ തിരക്കായപ്പോൾ സമയമില്ല. കഴിഞ്ഞ നാളുകളിൽ എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്ക്. കഴിഞ്ഞ നാളിനേക്കാൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളെ ശക്തമായി ഉപയോഗിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാത്രമല്ല, നിങ്ങളിലൂടെ മറ്റുള്ളവരും വിടുവിക്കപ്പെടേണ്ട കാലമാണ്. അനേക അനന്യാസന്മാർ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കട്ടെ. അനന്യാസ്മാരിലൂടെ അനേക ശൗലുമാർ വിടുവിക്കപ്പെടട്ടെ. അതിനായി പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടാലും പ്രധാനമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ കടബാധ്യതയുടെ പ്രയാസത്തിൽ ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങൾ ദൈവസന്നി വ്യക്തിപരമായി പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുക. നിങ്ങളോട് ദൈവം സംസാരിക്കും. ആരോടും പറയാൻ കഴിയാതെ രഹസ്യമായി നിങ്ങൾ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങൾ ആരോടും പറയേണ്ട, പറയാനുള്ള ഒരുവനായ ക്രിസ്തുവിനോട് നിങ്ങൾ പറയുക. പരിശുദ്ധാത്മാവുമായി സഹകരിക്കുക. ദൈവത്തോട് നിങ്ങൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം തരും. ഈ നിമിഷത്തിൽ ഈ തിരുവചന പ്രകാരം ഏൽപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നിമിഷത്തിനായി നന്ദി. ദൈവീകമായ ഒരു വിടുതലും ദൈവശബ്ദവും ദൈവീക വെളിപ്പാടും ഈ ജനത്തിന് കൊടുക്കണം. ആത്മീയ തലങ്ങളിൽ മുന്നേറാൻ സഹായിക്കണം. രോഗികൾ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കു സൗഖ്യമാകട്ടെ. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അനുഭവങ്ങൾ ഓരോ വ്യക്തികൾ വർദ്ധിക്കട്ടെ. വചനധ്യാനത്തിൻ്റെ അനുഭവങ്ങൾ വർദ്ധിക്കട്ടെ. ആത്മീയമായി മുന്നേറാനുള്ള ദാഹമുണ്ടാകട്ടെ. ദൈവജനത്വ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. പൈശാചിക മണ്ഡലങ്ങൾ വിടുതൽ ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.